എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിപ്പോ എന്താ വെച്ചാല് ഇന്നിപ്പോ നമ്മള് ആ ഒരു വീട്ടിലെ വിശേഷങ്ങള്, പ്രത്യേകിച്ച് നല്ല മഴയൊക്കെയാണ്. മഴയൊക്കെ ഏകദേശം തുടങ്ങി. അപ്പോൾ കാലവർഷം, പിന്നെ അപ്പൊ വീട്ടിലെ വിശേഷങ്ങൾ, പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു മാസത്തേക്ക് വേണ്ട പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ വിട്ടതൊക്കെ ഉണ്ടായിരിക്കും, വാങ്ങിക്കാൻ മറന്നത്, അപ്പൊ ആ സമയത്ത് വാങ്ങാത്തത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ചെറിയൊരു പർച്ചേസ് കൂടി ഉണ്ട്. അപ്പൊ അത് വാങ്ങിയ കാര്യങ്ങളൊക്കെ ഇത് കാണാം, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. രാവിലെ ഇപ്പം ഞങ്ങൾ എണീറ്റ് വാതിലൊക്കെ തുറന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഒക്കെ ഇതാ പൂച്ച കുട്ടികൾ എത്തി ചവിട്ടിയിൽ. പിന്നെ നല്ല തണുപ്പുണ്ടല്ലോ ഇപ്പോൾ. രാത്രിയൊക്കെ പിന്നെ വണ്ടീൻ്റെ ആ ഉള്ളിലാണ് കിടക്കുക. അതിലിങ്ങനെ ആ ഒരു സൈഡിൽ കൂടെ ഒക്കെ പോയി കിടക്കാനുള്ള ഒരു സ്ഥലമൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ വലിയ പൂച്ച പിന്നെ അകത്താണ്, അതായത് അടുക്കളയിൽ, വർക്ക് ഏരിയയിൽ ഇവിടെയാണ്. രാത്രിയും ഇവിടെ തന്നെ കിടക്കുക. അമ്മ രാവിലെ വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മേൻ്റെ പതിവ് ദിനചര്യകളിലേക്ക് കടന്നു. ഇപ്പം നമ്മൾ രാവിലത്തെ ചായ പലഹാരത്തിന് അത് ചട്നിയാണിന്ന്. അപ്പോൾ ഇഞ്ചി ചട്നി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഹോർലിക്സ് വാങ്ങിയത് ഒക്കെ എന്നാണ് എടുത്തിടുന്നത്. അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി പാകത്തിനേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്കുള്ളതാണ് ഹോർലിക്സ്. ഏതായാലും നമുക്ക് ചായ കുടിക്കാൻ സമയമായി. ഇന്നിപ്പോൾ നമുക്ക് ദോശയാണ്, ഇന്നും ദോശയാണ്. ഇന്നലെയും ദോശയായിരുന്നു, ഇന്നും ഇപ്പോൾ ദോശയാണ്. റാഗിയൊക്കെ ചേർത്ത് അരച്ച ദോശയാണ്. ദോശയും ചട്നിയും ചായയും. ഇപ്പോൾ എനിക്കുള്ളതാണ്. പിന്നെ കടല വേവിച്ചതുണ്ട്. എനിക്ക് പിന്നെ കടല വേവിച്ചതുണ്ട്. അതിന് റാഗിയും കൂടി കൂട്ടി ചുട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ദോശയ്ക്ക്. അപ്പം ഞാൻ ഏതായാലും ഒന്ന് അങ്ങാടി പോവാണ്. എന്ന് വെച്ചാൽ നമുക്ക് അതായത് നമ്മൾ ഈ ഒരു മാസത്തേക്ക് ഒന്നിച്ച് വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കിട്ടാത്തതും പിന്നെ അന്ന് മറന്നതൊക്കെ ഉണ്ട്, എഴുതാൻ മറന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാണ്ട്, അതൊക്കെ ഒന്ന് വാങ്ങി വരണം. വേണ്ട കൊണ്ടുവാ. അപ്പോൾ അതൊക്കെ ഇതാ ഇവിടെ നമ്മൾ വാങ്ങി വന്നു.
നമ്മൾ ഡ്രസ്സ് അയലിടുമ്പോൾ ഇടാനുള്ള ക്ലിപ്പ് അതൊരു സെറ്റ് വാങ്ങി. പിന്നെ ഇപ്പോൾ പാത്രം നമുക്ക് ഉരയ്ക്കാനുള്ള, കഴുകുമ്പോൾ ഉരയ്ക്കാനുള്ള സ്ക്രബ്ബർ, പിന്നെ സ്പോഞ്ചിൻ്റെ ഉണ്ട്, നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ഉള്ള അതും വാങ്ങി. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ പറയില്ല എപ്പോഴും കഴുകാനും എന്തെങ്കിലും പ്രധാന ആവശ്യങ്ങൾക്ക് എപ്പോഴും ഇത് നമ്മൾ സ്റ്റോക്ക് ചെയ്യും. ഡെറ്റോള്, പിന്നെ ഒരു എള്ളുണ്ട മുട്ടായി പാക്കറ്റ്, പിന്നെ നമ്മൾ ഗോദ്രേജിൻ്റെ എയർ, നമ്മുടെ ബാത്റൂം ഫ്രഷ്നർ, ബാത്റൂമിലൊക്കെ ഉള്ളത് അത് വാങ്ങി. പിന്നെ ഇപ്പോൾ ഇത് 14 വാട്ടിൻ്റെ നമ്മുടെ ബൾബ് എവറടി, ഇത് ഇവിടെ ഹാളിൽ വെക്കാനുള്ളതാണ്. പിന്നെ ഫിലിപ്സിൻ്റെ ഒരു 9 വാട്ടിൻ്റെ വേറൊരു ബൾബ്, ഒരു ബൾബ് ഇവിടെ ഹാളിലേക്ക് ഉള്ളതാണ്, അതാ കുറച്ച് പവർ കൂടിയത്. പിന്നെ ഒന്ന് അടുക്കളയ്ക്ക് ഇപ്പോൾ 2 നമുക്ക് ചില വീഡിയോ എടുക്കുമ്പോഴൊക്കെ ശരിക്കും കൃത്യമായിട്ട് കാണണമല്ലോ ലൈറ്റ്, അപ്പോൾ 2 ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ എലൈറ്റിൻ്റെ ഒരു ചോക്കോ കേക്ക്, ഇത് പൂച്ചയ്ക്ക് ഉള്ളതാണ്. എന്നാലും നമ്മളെ പിറന്നാൾ കേക്ക് കഷ്ണം കൊടുത്തപ്പോൾ പൂച്ചകൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ വേറെ കഴിയും ചെയ്തു അത്. അപ്പോൾ അത് ഇനിയിപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തിന് ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിയാണ്. ഇത് 10 രൂപേൻ്റെ പാക്കറ്റാണ്. ഇതിന്ന് ഒന്ന് എടുത്ത് കൊടുക്കണം, ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേക്ക് വാങ്ങിയത്, ഒരു സാമ്പിള്. പിന്നെ ഇപ്പോൾ ഈ ഒരു പൗച്ച്, ഇതിപ്പോൾ വെച്ചാൽ നമ്മൾ ഈ സ്കൂളൊക്കെ തുറന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള പൗച്ചുകൾ കിട്ടും കടയിൽ. എല്ലാ സമയത്തും കിട്ടാത്ത പോലെയല്ല ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതിപ്പിൻ്റെ നമ്മളെ ക്യാമറയ്ക്കും അല്ലെങ്കിൽ മൊബൈലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ ട്രൈപ്പോഡ്, അത് ഇപ്പോൾ യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, മറ്റേ അത് നേരെ കയ്യിൽ വെക്കലാണ് അല്ലെങ്കിൽ ബാഗിലിടലാണ്. ഇത് അതിന് കറക്റ്റായിട്ടുള്ള വലുപ്പത്തിൽ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രൈപ്പോഡ് കണ്ടില്ലേ, ഇത് മാൻഫ്രോട്ടോൻ്റെ ട്രൈപ്പോഡാണ്, നല്ല ബ്രാൻഡഡ് ട്രൈപ്പോഡാണ്. ക്യാമറയ്ക്ക് മൊബൈലിനൊക്കെ പറ്റിയത്. അപ്പോൾ ഇത് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിലിട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം ഇതൊന്ന് ഇട്ട് നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ വലിപ്പം ഏകദേശം ഒരു ഓർമ്മയിൽ വാങ്ങിയതാണ്. ഇല്ലെങ്കിൽ മാറ്റി കൊടുക്കാം വലിപ്പം ശരിയായിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ് നോക്കണം, എങ്ങനെയാണ് നോക്കണത്. ഇപ്പോൾ ഇതാണേ, നമുക്കിങ്ങനെ കണ്ടോ ഇതിലിട്ട്, കറക്റ്റാണ് വലിപ്പം. ഞാൻ ഏകദേശം നോക്കി വാങ്ങിയതാണ്, കണ്ടോ. അപ്പോൾ അതിലിട്ട് കൊണ്ടുപോകാം. നമുക്ക് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത്, ഒന്നാമത് ഈ അമ്പലത്തിക്കൊക്കെ പോകുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇപ്പോൾ മുണ്ടൊക്കെ കൊടുത്തിട്ടായിരിക്കും പോവുക. അപ്പോൾ പിന്നെ നമുക്കെന്താ വെച്ചാൽ ക്യാമറേൻ്റെ ഒരു ബാഗ് ഉണ്ടെങ്കിലും ആ ബാഗിൽ ചെറിയ ബാഗാണ്, അതിൽ കൊള്ളില്ല ഈ ട്രൈപ്പോഡ്. പിന്നെ മറ്റ് ആക്സസറീസ് ഒക്കെ കൊള്ളും, പിന്നെ അല്ലെങ്കിൽ വലിയ ബാഗ് എടുക്കണം. അപ്പോൾ ചെറിയ ബാഗ് എടുക്കുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് കയ്യിൽ വെച്ചാൽ അത് കണ്ടോ, ഇതിങ്ങനെ കയ്യിലേക്കല്ലേ വേണ്ടു. നല്ല കറക്റ്റായിട്ട് ഞാൻ ഏകദേശം ഒരു ഊഹത്തിൽ വാങ്ങിയതാണ് വലിപ്പം. അപ്പോൾ ഇതും കൊണ്ടുപോകാം. പിന്നെ ക്യാമറ ഇനി മൊബൈലാണെങ്കിലും അതെ, മൊബൈലിലും വെക്കാൻ പറ്റും ഈ ട്രൈപ്പോഡ്. അപ്പോൾ ആ ഹോൾഡർ വെച്ചിട്ട് അങ്ങനെയാണെങ്കിലും ഇത് മതി, ഇത് കയ്യിൽ വെക്കാം. ഇനിയിപ്പോൾ പാൻറ്റിൻ്റെ പോക്കറ്റിലാണെങ്കിൽ ഇടാം, പക്ഷേ ഇല്ലെങ്കിലും ഇതിങ്ങനെ കയ്യിൽ വെച്ചാൽ ഒരു ലുക്ക് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയത്. കേക്ക് ഇപ്പോൾ ഇതാണ് കണ്ടോ, ഇങ്ങനെ വരുന്ന നല്ല പാക്ക് കണ്ടില്ലേ. പിന്നെ അത് കഴിഞ്ഞത് ഇതിൽ ഇങ്ങനെ ഒരു കവർ കൂടിയിട്ട് ഇങ്ങനെയാണ്, നല്ല പാക്കിംഗ് ആണ്. ക്വാളിറ്റി ബ്രാൻഡ് ആയതുകൊണ്ടുള്ള പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് ആണ്. ഒരു കഷ്ണമൊന്ന് ഞാൻ ഒന്ന് കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റ്. ഒരു ചെറിയ കഷ്ണം അമ്മയ്ക്കും കൊടുത്തിട്ട് ബാക്കി ഞാൻ അവർക്ക് കൊടുക്കട്ടെ. അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ, കേക്കിന് റെഡി ആയിക്കൊണ്ട്. ഞാൻ അപ്പോൾ ഇതിങ്ങനെ ഇതിനിപ്പോൾ നമ്മൾ എള്ളുണ്ട കറുത്തത്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ്. എള്ളുണ്ട അതുപോലെ നിലക്കടല ഒക്കെ. അപ്പോൾ നേരെ 9:45 ഈ ഒരു സമയത്ത്, ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് കൂടുതൽ കഴിക്കല്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം.
അതിൻ്റെ കൂടെ ഒരു ബാറ്ററി ഫ്രീ ഉണ്ട്, നോക്കാം നമുക്ക്. ഇത് കണ്ടോ, ഇതാണ് നമ്മളെ, ഇത് ഹാളിലേക്കുള്ളതാണ്. കൂടാതെ ഒരു ബാറ്ററി, എവറഡി ബാറ്ററി. അപ്പോൾ അങ്ങനെയാണിത്, ഇതൊക്കെ വാറണ്ടി ഉള്ളതാണ്. വാറണ്ടി ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, കടയിൽ നിന്ന് അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉഷാറായി. ഇനി നമ്മൾ അടുത്ത ഇത് ഫിലിപ്സിൻ്റെ ആണ്, ഒരു എവറഡിയും ഒരു ഫിലിപ്സും. ഇതിങ്ങനെയാണ് കാത്തിക്ക്, കാണില്ലേ, ഇത് ഈ രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ബൾബുകൾ. അപ്പോൾ ഇതൊന്ന് ഇരട്ടനി, ഒന്ന് ഹാളിലേക്കുള്ളതാണ് ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്, പിന്നെ ഒന്ന് നമ്മളെ അടുക്കളയ്ക്ക്. അത്യാവശ്യം നല്ല ലൈറ്റാണ്. അപ്പോൾ അടുക്കളയിൽ അടുക്കളയിൽ 2 എണ്ണം ഉണ്ട്, 2 ലൈറ്റ് ഉണ്ട്, 2 ഭാഗത്തായിട്ട് 2 ലൈറ്റ് ഉണ്ട്. കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല നല്ല ലൈറ്റ് വേണം. പിന്നെ നമ്മളെ ക്യാമറേൻ്റെ മുകളിൽ നമുക്ക് ഒരു LED ലൈറ്റും ഉണ്ട്. അങ്ങനെ ഈ ഒരു 3 ലൈറ്റാണ് ഇവിടെ നല്ല ആ ഒരു ക്വാളിറ്റിയിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അടുക്കളയിൽ മാത്രം ഇങ്ങനെ വെച്ചത്. പിന്നെ അത് നമുക്ക് ആ ഒരു കിച്ചണിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ ഇത് രണ്ടും നമ്മൾ കത്തിക്കുള്ളൂ, മറ്റേ ഒരു ലൈറ്റ് ഇടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം മതിയല്ലോ. വീഡിയോ എടുക്കാത്ത സമയത്താണെങ്കിൽ പിന്നെ ഒരു ലൈറ്റിൻ്റെ മതി. ഈ ഒരു മഴ സമയമൊക്കെ ആകുമ്പോൾ വെച്ചാൽ ലൈറ്റ് നല്ല വേണേനു, അതിനെ പുറത്ത് കുറച്ചൊരു ഇരുട്ടായിരിക്കുമല്ലോ. ഇത് പുളിയിഞ്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അടുക്കളയ്ക്ക് അത്യാവശ്യം ലൈറ്റ് ആയി. കറിയുടെ കാര്യങ്ങൾ നോക്കട്ടെ. ഇതിപ്പോൾ നമുക്കൊരു മുളക് കൂഷ്യം അതിനുള്ളതാണ്. ഒരു പകുതി വെള്ളരിക്ക എടുത്തിട്ടുള്ളൂ. വെള്ളരിക്ക, പിന്നെ അതിലേക്ക് നമുക്ക് മാങ്ങ, മുരിങ്ങക്കായ, ചക്കക്കുരു, ഇത്രയാണ് ഒരു നാടൻ കറി. അപ്പോൾ അതൊക്കെ ഇവിടെ ഓരോന്നും ഒക്കെ റെഡിയാക്കി നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു നമ്മളെ ഉണക്കമീൻ, അതൊരു തളയാണ് വാങ്ങിയത്, ഒരൊറ്റ ഒന്ന്. ഇത് അതെ ഇത് മതി, അപ്പോൾ ഞങ്ങൾക്ക് പാകമാണ്. ഇത് വറക്കാനുണ്ട്. അപ്പോൾ പുളിയിഞ്ചി ഇപ്പോൾ ഇന്നലെ പിറന്നാളിന് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ ഒന്ന് ഇടയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പിറന്നാളിന് ശേഷം ഉണ്ടാക്കുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതാണ് പുളിയിഞ്ചി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഉണക്കമീൻ വറക്കാനുണ്ട്. അപ്പോൾ ഏതായാലും നല്ല ഗംഭീര മഴയാണ്. ഏതായാലും ഊണ് കഴിക്കേ. അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. ഇതാണ് നമ്മളെ മുളകിട്ട കറി, മുളക് കൂഷ്യം. പിന്നെ ഇപ്പം ഇതാണ്
പുളിയിഞ്ചിയും മീൻ വറുത്തും ഉണക്കമീനാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്നത്തെ ഉച്ചയൂണിന്. ഉണക്കമീൻ ഉള്ളതുകൊണ്ടാണ് അമ്മയ്ക്ക് പപ്പടം കൂട്ടാത്തത്. നാളെ ഇപ്പം ഇനിയിപ്പോൾ ശനിയാഴ്ചയൊക്കെ ആയി, അപ്പോൾ ഒരു പച്ചമീൻ വാങ്ങണം എന്നുണ്ട്. നാളെ പച്ചമീനാണ്. നല്ല മുളക് ഉഷ്യം മഴക്കാലത്ത് പറ്റിയ കറിയാണിത്. ഈ ഉണക്കമീനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.